സിസി പ്ലാന്റ് കട്ടിങ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് നല്ലൊരു പ്ലാന്റ് ആക്കി എടുക്കുക എന്നാണ് നോക്കുന്നത്. നിറച്ച് ബേബി പ്ലാന്റ് ചട്ടി നിറയെ തിങ്ങി നിറഞ്ഞ് വരാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പ്ലാന്റുകൾ ബൾബ് ഫോമായിട്ട് വരാനൊക്കെ നമുക്ക് ഇല്ലെങ്കിൽ ഇല വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് നട്ടുണ്ടാക്കുക എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വളരെ ബുഷും തിക്കുമായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള പ്രോ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള പ്ലാന്റ് ഒന്നോ രണ്ടോ ചെടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നന്നായിട്ട് ഇതേപോലെ തിക്കും ബുഷുമായിട്ട് വരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് വളമാണ് കൊടുക്കേണ്ടതെന്ന് കൂടി ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് കണ്ടോ കുറച്ചധികം വലിയതായിട്ട് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ആ ഒരു വളം കൊടുത്താൽ മതിയാവും കേട്ടോ. ഏകദേശം 3 അടിയോളം 2.5 അടിയോളം വലുപ്പത്തിലാണ് നമുക്ക് പ്ലാന്റ് പുതിയതായിട്ട് വരുന്ന പ്ലാന്റുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വളം കൊടുത്തതിന് ശേഷം നല്ല രീതിയിലുള്ള മാറ്റമാണ് പ്ലാന്റിന് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെ കെയറാണ് സി പ്ലാന്റിന് ഒരു 2 കൊല്ലമൊക്കെ ആയ ഒരു ചെടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ കെയറാണ് കൊടുക്കേണ്ടതെന്ന് കൂടി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കാണുന്ന ഈ ഒരു 2 വലിയ പ്ലാന്റായിട്ട് വളർന്നു വന്നിട്ടുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് കട്ട് ചെയ്യുന്നതിന് തൊട്ടപ്പുറത്തുണ്ടോ അതിൻ്റെ മുമ്പ് കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് കുറച്ചധികം വലിയ പ്ലാന്റൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ വരുന്ന പ്ലാന്റുകൾ കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്കിതിൻ്റെ ചുവട്ടിൽ നിന്ന് വലിയ പ്ലാന്റുകൾ ഉണ്ടായി വരും കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്ന ആ കട്ടിങ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റീപ്പോർട്ട് ചെയ്ത് നല്ലൊരു പ്ലാന്റ് ആക്കിയിട്ട് എടുക്കാൻ കൂടി പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കൂടി തുടർന്നുള്ള സമയത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അതേപോലെ കട്ട് ചെയ്തെടുത്ത ആ ഒരു ഭാഗം നമ്മളൊരു കവറ് വെച്ചിട്ടൊന്ന് മൂടി കൊടുക്കണം. എന്നിട്ട് എന്തെങ്കിലും ഒരു ബാൻഡോ കയറോ ഇട്ട് നമുക്ക് കെട്ടി കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ ഒരു കട്ട് ചെയ്ത ഭാഗത്ത് വെള്ളമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് പ്ലാസ്റ്റിക് കവർ വെച്ച് ചെറിയൊരു പീസ് വെച്ചൊന്ന് മൂടി കൊടുത്താൽ മതി. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ അടിഭാഗത്തുള്ള ബൾബിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടായിട്ട് വരും. കുഞ്ഞു ബേബി പ്ലാന്റുകൾ പെട്ടെന്ന് വളർന്നു വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത ആ പീസ് നമ്മൾ കളയേണ്ട, അതിൻ്റെ ഇല ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ ആ കട്ടിങ്സ് വെച്ച് നമുക്ക് മനോഹരമായ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ കട്ട് മുന്നിൽ ചെയ്ത ഭാഗം കണ്ടോ, ഇതേപോലെ അവിടെ ഇങ്ങനെ ചുങ്ങി അഴുകാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ പ്ലാസ്റ്റിക് വെച്ച് കെട്ടി കൊടുക്കുന്നത്. ഒരു 2 മാസം കഴിയുമ്പോൾ നമുക്ക് ആ പ്ലാസ്റ്റിക് എടുത്ത് മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ടോ ബൾബുകളൊക്കെ മുകളിലേക്ക് പുതിയ പിന്നെ തൈകൾ വരുന്ന അനുസരിച്ച് ബൾബൊക്കെ പുറത്തേക്ക് വരും. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വേരൊക്കെ പുറത്തേക്കായിട്ട് നിൽക്കുന്നോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് നല്ലൊരു പോട്ടി മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പ്രത്യേക രീതിയിലുള്ള ഒരു പോട്ടി മിക്സാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഈ വേരൊക്കെ നന്നായിട്ട് ആ ഒരു പോട്ടി മിക്സിൽ നിന്ന് വളം വലിച്ചെടുക്കുകയും അതേപോലെ തന്നെ പെട്ടെന്ന് പുതിയ ഷൂട്ടുകളായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഈ ഭാഗങ്ങളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനും ആ സ്റ്റെമ്മ് കട്ടിങ്സ് നടാനായിട്ട് നല്ലൊരു പോട്ടി മിക്സ് പകുതി ഭാഗത്തേക്ക് മണ്ണും പകുതി ഭാഗത്തേക്ക് കരിയില കമ്പോസ്റ്റ് എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതില്ലാത്തവർക്കായിട്ട് പകുതി ഭാഗത്തേക്ക് ചകിരിച്ചോറും പകുതി ഭാഗത്തേക്ക് ഉമിയെടുക്കാം. ഉമിയില്ലാത്തവർക്ക് മണലെടുക്കാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് ഒരു പിടി ചാണകപ്പൊടി കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് നമുക്ക് വേപ്പിൻ പിണ്ണാക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. കുറച്ച് എല്ലുപൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഓരോ നുള്ളു മാത്രം മതി, കൂടുതലായിട്ട് വേണ്ട. ഇതെല്ലതും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്പൂൺ കാപ്പിപ്പൊടി എടുക്കുക. നന്നായിട്ട് വേരോട്ടം കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നല്ലൊരു വളം കൂടിയാണ്. അപ്പോൾ ഒരു സ്പൂൺ കാപ്പിപ്പൊടി എടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ മുന്നേ നമ്മുടെ അടുത്ത് 2 കൊല്ലം അല്ലെങ്കിൽ നന്നായിട്ട് പ്ലാന്റുകൾ ബേബി പ്ലാന്റുകൾ വരുന്നില്ല, അങ്ങനത്തെയൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ മുകൾ ഭാഗത്ത് നമുക്ക് ഈ ഒരു പോട്ട് മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടോ ഈ പ്ലാന്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയും പിന്നെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലതും ഒതുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടിയും ഇത് വളരെയധികം സഹായിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ പ്ലാന്റുകളൊക്കെ ഒന്ന് അടുപ്പിച്ച് നിർത്തി കൊടുക്കുക എന്നുള്ളതാണ്. പോട്ടി മിക്സ് ഇട്ടാവത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ചെറിയ പ്ലാന്റുകളൊക്കെ നമുക്ക് അടുപ്പിച്ച് ഇതേപോലെ വെച്ച് കൊടുക്കുക. അടിഭാഗത്ത് നിന്ന് ഇനി കൂടുതൽ പ്ലാന്റുകൾ സൈഡ് ഭാഗത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പ്ലാന്റുകൾ വരുന്നത് ഇതിൻ്റെ ഇടഭാഗത്തു നിന്നൊക്കെ വരും. അതൊക്കെ നന്നായിട്ട് വളർന്നു വരും. ചട്ടി നിറയെ നമുക്ക് പെട്ടെന്ന് തന്നെ സി പ്ലാന്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇലയിലൊക്കെ നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നമുക്കൊന്ന് വെള്ളം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കഴുകുന്നതൊക്കെ നല്ലതാണ്. മഴ കിട്ടുന്ന സമയത്ത് നമ്മൾ വീടിൻ്റെ ഉള്ളിലൊക്കെയാണ് വെച്ചിട്ടുള്ളെങ്കിൽ പുറത്തേക്ക് 1-2 ദിവസം ഇറക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. മഴ കൊള്ളിക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ കട്ടിങ്സ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ പ്ലാന്റ് നട്ടെടുക്കുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ വളരെയധികം വലിയതായിട്ട് നമ്മൾ അടിയിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുത്ത പ്ലാന്റിൻ്റെ അടിയിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ വരുന്നതാണ് ഇതേപോലെ വലിയ പ്ലാന്റുകളായിട്ട് വരുന്നത്. അത് നമ്മൾ കട്ട് ചെയ്ത് പിന്നെ എടുത്തു. ഇനിയിപ്പോൾ കട്ട് ചെയ്ത ഭാഗത്ത്
ഭാഗത്തുനിന്ന് പുതിയ പുതിയ വലിയ പ്ലാന്റുകൾ ഇതേപോലെ കിട്ടും. ഏകദേശം 2.5-3 അടിയോളം നമുക്ക് ഹൈറ്റിലേക്ക് വന്ന പ്ലാന്റാണ് കേട്ടോ അത്. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കട്ട് ചെയ്യുന്ന സമയത്ത് ഇളയ പ്ലാന്റുകളല്ലാതെ നമുക്ക് ഏകദേശം ഒരു കൊല്ലമൊക്കെ വളർന്ന് വന്ന ചെടിയിൽ നിന്ന് നമുക്ക് വേണം കട്ട് ചെയ്ത് ഇതേപോലെ എടുക്കാനായിട്ട്. അപ്പോൾ വന്നത് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ അഴുകി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കുറച്ച് മൂത്ത തണ്ടുകൾ നോക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് 3 പീസുകളായിട്ടാണ് മുറിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 10 ഇലയോളം വെച്ചിട്ട് ആ ഒരു വരുന്ന ഭാഗമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്ര ഹൈറ്റ് ഇല്ലെങ്കിൽ 2 പീസാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളത് കുറച്ച് വലുതായിട്ട് വളർന്നതുകൊണ്ട് തന്നെ 3 ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു കട്ട് ചെയ്തെടുത്തത്. ഇനി അടുത്തത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് 2 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെക്കുന്ന സമയത്ത് നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒരു ഇല പോലോ അല്ലെങ്കിൽ തണ്ടൊന്നും അഴുകിപ്പോവില്ല. നമ്മൾ തുടർന്ന് അങ്ങ് പറയുന്ന രീതിയിൽ നമ്മൾ നടുകയാണെങ്കിൽ ഇത് അഴുകി പോവുകയോ മഞ്ഞ കളർ കയറിയോ ഒന്നുമില്ല. ഇങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. ക്രമേണ അതിന് അടിയിൽ വേര് വരികയും പിന്നീട് അങ്ങോട്ട് അതിൽ ബൾബ് വരികയും അതിന്ന് പുതിയ പ്ലാന്റുകളായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരേ നീട്ടത്തിൽ മുറിക്കാതെ കുറച്ച് നീട്ടം കൂട്ടിയും കുറച്ചും വേണം മുറിച്ചെടുക്കാൻ. നടുന്ന സമയത്ത് നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ ഉണ്ടാക്കിയ അതേ പോട്ടി മിക്സ് തന്നെ മതി ഇത് നടാനായിട്ടും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇലയുള്ള ഭാഗമാണ് ഇവിടെ ഇപ്പോൾ നടുന്നത്. മറ്റേത് നടുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമുക്കൊരു പകുതി ഭാഗത്തേക്ക് ചെറിയൊരു പോട്ട് എടുത്തിട്ട് അതിൽ പോട്ടി മിക്സ് നിറയ്ക്കുകയും അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഈ കട്ട് ചെയ്ത പീസുകൾ വെച്ച് കൊടുക്കുകയും ചെയ്യുക. അതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇല അടിഭാഗത്തായി പോകുന്നുണ്ടല്ലേ. ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇല മാത്രം നടാം. അതെങ്ങനെയാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇലയുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് പ്ലാന്റുകൾ കൊണ്ട് തന്നെ ഇലയൊക്കെ മണ്ണിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് ഞാൻ മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്റ്റെമ്മിൻ്റെ ആ ഒരു അടിഭാഗത്ത് നിന്ന് തന്നെ ആ ഒരു കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. പുതിയ പോട്ടി മിക്സ് ഇതേപോലെ തന്നെ ഉണ്ടാക്കി അതിൽ ഇലയും നമുക്ക് നടാവുന്നതാണ്. അപ്പം ഇല നടുന്ന സമയത്തും ഇലയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോരുത്. അപ്പോൾ നമ്മൾ അടിഭാഗത്ത് ഇതേപോലെ നല്ലൊന്ന് മണ്ണിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് പോട്ടി മിക്സ്. അതിനുശേഷം നനയ്ക്കുന്ന സമയത്താണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കൂടെ എന്നൊന്നും നനച്ചു കൊടുത്താൽ ഇത് അഴുകിപ്പോവും. അപ്പോൾ ആദ്യം തന്നെ നല്ല ഈർപ്പമുള്ള ഒരു പോട്ടി മിക്സ് എടുക്കുകയും അതിനുശേഷം നടുകയും ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഈ ഒരു പോട്ടി മിക്സ് നല്ല ഡ്രൈ ആയതിനു ശേഷം മാത്രം നമുക്ക് പിന്നീട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം കുറച്ച് അടിയിലേക്ക് നമുക്ക് ഒന്ന് മണ്ണൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടോ നോക്കുക. അതിനുശേഷം മാത്രം രണ്ടാമത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാത്ത ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ ഇലയിലൊന്ന് വെള്ളം സ്പ്രേ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കുക. ഒന്നിടവിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ 2-3 ദിവസം ഇടവിട്ടിട്ടോ അതിൻ്റെ ഇലയിൽ മാത്രം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. പോട്ടി മിക്സിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മൾ പ്ലാന്റ് നട്ട് നേരെ വീടിൻ്റെ ഉള്ളിൽ വെക്കാതെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കുക. ഡയറക്റ്റ് സൺലൈറ്റ് തട്ടാത്തൊരു സ്ഥലത്തും വേണം വെക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ എന്നും ഇതേപോലെ തന്നെ നിൽക്കും. നമുക്കൊരു 2 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിന് നന്നായിട്ട് റൂട്ട് വന്നിട്ടുണ്ടാകും. അതിന് ശേഷം നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ അതല്ല നമുക്ക് ഒരു 5-6 മാസം കൂടി വെക്കുക. പുറത്ത് നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്തിൽ സിറ്റ് ഔട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി റിസൾട്ട് കൂടും. പെട്ടെന്ന് ബൾബ് വരും. പെട്ടെന്ന് കൂടുതൽ ബേബി പ്ലാന്റുകളും വരും. അതേപോലെ തന്നെ നല്ല ഒരു പ്ലാന്റായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പം ഇതാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ അതിന് നല്ലൊരു വളക്കൂടി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടോ കട്ട് ചെയ്തെടുത്ത ഒരു പോട്ടിലുള്ള ചെടികളാണ് ഈ കാണുന്നത്. നല്ല മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഒരുപാട് പ്ലാന്റുകൾ കട്ട് ചെയ്തെടുത്താണ്. അതിനനുസരിച്ച് നമുക്ക് ഇതിൽ പോട്ടിൽ തിങ്ങി നിറഞ്ഞ് പ്ലാന്റുകൾ വരുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നല്ല കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ ബൈ.